A+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diaper. Sky Wave Water and Amusement Park, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. കാർബൺ ഫണ്ടിന് വേണ്ടി LDF സംസ്ഥാനത്ത് വനവൽക്കരണം നടത്തുന്നുവെന്ന് BJP സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജ്. കുടിയേറ്റ കർഷകരെ കുടിയൊഴിപ്പിക്കാനുള്ള ആസൂത്രിത നീക്കമാണ് നടക്കുന്നതെന്നും ഷോൺ ജോർജ് പറഞ്ഞു. നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ നേരിടുന്ന കർഷകരെ കൊലക്കേസ് പ്രതികളെ പോലെയാണ് പോലീസും വനം വകുപ്പും കാണുന്നത്. കർഷകരോട് സ്നേഹമുണ്ടെങ്കിൽ പിണറായി സർക്കാർ നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ നേരിടുന്ന കർഷകരുടെ പ്രവൃത്തികൾ ഒന്ന് കണ്ണടച്ച് കണ്ടില്ലെന്ന് നടിച്ചാൽ മതി. കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൽ ശല്യക്കാരായ വന്യമൃഗങ്ങളെ കൊല്ലുന്നതിന് നിയമമുണ്ട്. ഇത് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർക്ക് ഉത്തരവിടാൻ കഴിയും. എന്നാൽ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിനുള്ള അനുമതി പോലും സംസ്ഥാന സർക്കാർ നടത്തുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. ഞങ്ങൾ സർക്കാരിനെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഭാരതീയ ജനതാ പാർട്ടി പരസ്യ സംവാദത്തിന് വെല്ലുവിളിക്കുകയാണ്. ഈ വിഷയത്തിൽ കേന്ദ്ര നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാം. അങ്ങ് വൈൽഡ് ലൈഫ് ആക്ട് സെക്ഷൻ 11(1)A ഒന്ന് പരിശോധിക്കണം. ഒന്നും വേണ്ട, സെക്ഷൻ 2 ഇവിടെ സ്വയരക്ഷയ്ക്കായി ഏത് വന്യമൃഗത്തെയും വേട്ടയാടാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ആക്ട് വഴി തന്നെ നൽകപ്പെടുന്നുണ്ട്. ഷെഡ്യൂൾ 1ലും 2ലും പെടുന്ന ഏത് മൃഗവും മനുഷ്യനും സ്വത്തിനും ആപത്കരമാകുന്ന സാഹചര്യമുണ്ടായാൽ അതിനെ വേട്ടയാടുവാനുള്ള അനുവാദം കൊടുക്കുവാൻ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് അധികാരമുണ്ട്. അദ്ദേഹത്തിന് മാത്രമല്ല, ആ അധികാരം ഡെലിഗേറ്റ് ചെയ്യാം. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് വരെ അധികാരം കൊടുത്തിട്ടുണ്ട്. പക്ഷെ എവിടെയെങ്കിലും കാട്ടുപന്നിയുടെ ശല്യം ആ നിയമനിർമ്മാണം വഴി, ആ തീരുമാനം വഴി കുറഞ്ഞു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? പണ്ട് മലയോര മേഖലയിലെ കുടിയേറ്റ കർഷകന്റെ കയ്യിൽ ഒരു പഞ്ചായത്ത്, ഒരു വീട്ടിലൊരാൾക്ക് തോക്കുണ്ടായിരുന്നു. ആ തോക്ക് സർക്കാർ ഉണ്ടായിരുന്നത് അവർ അന്നത്തെ കാലത്തും ഇതിനേക്കാൾ വലിയ വന്യമൃഗശല്യവും കൃഷി നശിപ്പിക്കുന്ന വന്യമൃഗശല്യം ഉണ്ടായിരുന്നൊരു കാലത്ത് ആ കൃഷിയെ സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് അവർക്ക് ഈ തോക്ക് കൊടുത്തിരുന്നത്. ഇന്ന് ആ തോക്കുകൾ എവിടെ? അത് സർക്കാരിൽ ചാരി വെച്ചിട്ടുണ്ട്. അപേക്ഷ കൊടുത്ത ഒരൊറ്റ അപേക്ഷകൾ പോലും വളരെ നിസ്സാരം. അത്ര വലിയ സമ്മർദ്ദമുണ്ടായാൽ സർക്കാരിനോട് വേണ്ടപ്പെട്ട ആളുകൾക്ക് 1-2 ആളുകൾക്ക് തോക്ക് കൊടുക്കും. ഒരു പഞ്ചായത്ത് 100 തോക്കുണ്ടെടുത്ത് ഇപ്പോൾ 5-10 പേർക്ക് തോക്കുണ്ട്. അതിൽ സർക്കാർ പറയുന്ന 800 രൂപയ്ക്ക് വെടിവെക്കാൻ വരാൻ തയ്യാറാകണ്ടേ? ഇതിൻ്റെ ചെലവ്, ഇതിനെ വെടിവെച്ചിട്ടാൽ അതിൻ്റെ ഫോർമാലിറ്റീസ്, ഇതിനെ കൃത്യമായി അറിയിച്ചില്ലെങ്കിൽ പോലീസ് കേസ്. ഒറ്റ കാര്യം മാത്രം സൂചിപ്പിച്ചുകൊള്ളട്ടെ, ഇവിടെ വന്യമൃഗങ്ങളെ ഏതെങ്കിലും തരത്തിൽ വേട്ടയാടുന്നു. ഫോറസ്റ്റിനുള്ളിൽ പോയി വേട്ടയാടുന്നാൽ തെറ്റ്, ഞാനും അംഗീകരിക്കുന്നു. ഫോറസ്റ്റ് വിട്ട് പുറത്തു വരുന്ന വന്യമൃഗങ്ങളെ സ്വന്തം പറമ്പിലെ കുടുക്കിൽ കുടുങ്ങിയാൽ പോലും ആ കർഷകന്റെ ജീവിതം കൊലപാതക കേസിൽ പ്രതിയാകുന്ന കർഷകന് തുല്യമാണ്. കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടംപൊയിലിൽ അപൂർവതയുടെ വിസ്മയം മിഴിതുറക്കുന്നു. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, ടോപ്പ് സ്പിൻ, റിവോൾവിംഗ് ടവർ, ഡിസ്കോ മാജിക് കോസ്റ്റർ, അക്വാ ലൂപ്പ് റോക്കറ്റ്, വേവ് പൂൾ, ഫാമിലി പൂൾ, കിഡ്സ് പൂൾ, അഡൽട്ട് പൂൾ, ചിൽഡ്രൻ സ്പ്ലാഷ്, ഫാമിലി സ്പ്ലാഷ് സ്ലൈഡ്, ഓപ്പൺ ബോഡി സ്ലൈഡ്, ക്ലോസ്ഡ് ബോഡി സ്ലൈഡ്, 16D തിയേറ്റർ, ചിൽഡ്രൻസ് പാർക്ക്, സിപ്പ് ലൈൻ, സിപ്പ് സൈക്കിൾ, ഫ്ലൈ കാർപ്പറ്റ് തുടങ്ങി 60ഓളം റൈഡുകളുടെ വിസ്മയ ലോകമൊരുക്കി സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾ കൈവരുക്കിയിരിക്കുന്നത്. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം.